അച്ഛൻ മരിച്ചതിൻ്റെ പിറ്റേ ദിവസം മകൻ പാടുന്ന ഒരു പാട്ടുണ്ട് മലയാളത്തിൽ, ബാലേട്ടൻ എന്ന സിനിമയിൽ. അച്ഛനെക്കുറിച്ച് മകൻ പറയുന്ന 2 വരികൾ ഇങ്ങനെയാണ്. ഒന്ന്, ഉള്ളിനുള്ളിലെ അക്ഷരപ്പൂട്ടുകൾ ആദ്യം തുറന്നു തന്നു, കുഞ്ഞിക്കാലടി ഒരടി തെറ്റുമ്പോൾ കൈ തന്ന് കൂടെ വന്നു. ഞാനിങ്ങനെ നടക്കാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ കാലടികൾ തെറ്റി ഞാൻ വീഴാൻ പോകും, പക്ഷെ വീഴില്ല, ഒരാൾ വന്ന് എന്നെ പിടിക്കും, അച്ഛൻ. ഞാൻ വീഴാൻ പോകും, പക്ഷെ വീഴില്ല, ഒരു കൈ വന്ന് എന്നെ പിടിക്കും, അച്ഛൻ. കഴിഞ്ഞ ദിവസം നമ്മുടെ 2 സുഹൃത്തുക്കളുടെ കൂടെയായിരുന്നു കൂടുതൽ സമയവും. ഒന്ന് സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ്, ഒന്ന് സ്കൂളിൻ്റെ MD. ഈ 2 ആളുകളും ഏറ്റവും കൂടുതൽ സംസാരിച്ചത് അവരുടെ അച്ഛന്മാരെ കുറിച്ചാണ്. ഒരാളുടെ അച്ഛൻ ഇന്ന് ലോകത്തില്ല, ഒരാളുടെ അച്ഛൻ ഈ സ്റ്റേജിൽ ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. ഈ 2 അച്ഛന്മാരെ കുറിച്ചാണ് ഈ മക്കൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചത്. കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം, നമ്മുടെ മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം ഓർമ്മകളാണ്. ഓർമ്മകൾ. നമ്മൾ വാങ്ങിക്കൊടുത്ത ഏറ്റവും വലിയ കളിപ്പാട്ടവും കേടുവരികയും, നമ്മൾ വാങ്ങിക്കൊടുത്ത ഏറ്റവും നല്ല ഭക്ഷണവും മറന്നു പോവുകയും, നമ്മൾ വാങ്ങിക്കൊടുത്ത ഏറ്റവും നല്ല വസ്ത്രവും ദ്രവിച്ചു പോവുകയും ചെയ്താലും ആ വസ്ത്രങ്ങളിൽ നിന്ന് കുട്ടികൾ വളർന്നു വലുതാകുന്നു, കളിപ്പാട്ടങ്ങളെ കുട്ടികൾ മറന്നു പോകുന്നു, പക്ഷേ ഓർമ്മകളിൽ നിന്ന് പുറത്ത് കിടക്കില്ല. ഓർമ്മകൾ അങ്ങനെ അവരായി മാറുകയാണ് ചെയ്യുക. സാധാരണ നമ്മൾ പറയും, നമ്മുടെ കുട്ടികൾ വളരുമ്പോൾ ശ്രദ്ധയോടെ വളർത്തണം എന്നാണ് പറയുക. അങ്ങനെയല്ലേ പറയുക? ശ്രദ്ധയോടെ വളർത്തണം എന്നാണ് പറയുക. സത്യത്തിൽ അതിനേക്കാൾ നല്ല പദം വളരുന്നത് ശ്രദ്ധിക്കുക എന്നാണ്. ശ്രദ്ധയോടെ വളർത്തുക എന്നുള്ളതിനേക്കാൾ നല്ലത് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നത് ശ്രദ്ധിക്കുക എന്നുള്ള. നമ്മൾ സാധാരണ പറയാറുള്ളൊരു വാക്ക് മരം നടുക എന്നാണ്. നമ്മൾ മരമല്ല നടുന്നത്, നമ്മളൊരു ചെടിയാണ് നടുന്നത്. മരം ആരെങ്കിലും നടാറുണ്ടോ? നട്ടു വളർത്താറുണ്ടോ? മരമല്ല നടുന്നത്, നമ്മളൊരു ചെടിയാണ് നടുന്നത്. പിന്നെ അത് മരമായി മാറുക ചെയ്യുന്നത്. നമ്മളൊരു മനുഷ്യനെ വളർത്തുക എന്നല്ല പറയുക, കുട്ടിയെ വളർത്തുക എന്നാണ് പറയുക. സത്യത്തിൽ ഒരു മനുഷ്യനെയാണ് വളർത്തുന്നത്. ഇന്ന് നമ്മുടെ കുട്ടിയാണ്, പക്ഷേ നാളെ ആരൊക്കെയോ ആകാനിരിക്കുന്ന ഒരു മനുഷ്യനാണ്, ഒരു ഇൻഡിവിജ്വലാണ്. ഒരു ഇൻഡിവിജ്വലിനെയാണ് നമ്മൾ വളർത്തുന്നത്. അപ്പോൾ ശ്രദ്ധയോടെ വളർത്തുക എന്നുള്ളതിനേക്കാൾ നല്ലത് വളരുന്നത് ശ്രദ്ധിക്കുക. വളരെ പേഴ്സണലായൊരു അനുഭവം പറയാം. നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുടെ പഠനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ചു കാലം വയനാട്ടിലായിരുന്നു, 2 വർഷം 2 മാസം. ആ സമയത്ത് നമ്മുടെ മോന് നാട്ടിലുമാണ്. 100 കിലോമീറ്റർ വ്യത്യാസമുണ്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലവും മോൻ നിൽക്കുന്ന സ്ഥലവും. മോൻ എപ്പോഴും ഒരു ആഗ്രഹം പറയും, അവനന്ന് 9 വയസ്സേ ഉള്ളൂ, അവന് തനിച്ച് KSRTC ബസ്സിൽ ഞങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന്. അപ്പോൾ നമുക്ക് വലിയ പേടിയായി, മോന് ചെറിയ മോനല്ലേ, ഒറ്റയ്ക്ക് വരാൻ കഴിയില്ലല്ലോ. പക്ഷെ അവൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു ധൈര്യം തന്നു. അങ്ങനെ ആ ധൈര്യത്തിൽ നമ്മൾ സമ്മതിച്ചു. മോന് 100 കിലോമീറ്ററാണ് ബസ്സിൽ വരുന്നത്. അവൻ ആ ബസ്സിൽ കയറി ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴും നമ്മളെ വിളിക്കുന്നു, സന്തോഷമൊക്കെ പങ്കിടുന്നു. അങ്ങനെ അത്രയും നേരത്തെ യാത്രയ്ക്ക് ശേഷം അവൻ കൽപ്പറ്റയിൽ വന്ന് ബസ് ഇറങ്ങുന്നത് കുറേ ദൂരെ നിന്ന് ഞങ്ങളിങ്ങനെ നോക്കി നിന്നു. അവന് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അഭിമാന നിമിഷമാണ്. അങ്ങനെ ആ ബസ്സിലെ ജീവനക്കാരോടൊക്കെ താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ ഇറങ്ങി വന്ന് വളരെ അഭിമാനകരമായ നിമിഷം. ഇപ്പോഴും അവൻ ആ ദിവസത്തെക്കുറിച്ച് അഭിമാനത്തോടെയാണ് പറയുക. സത്യത്തിൽ അന്ന് അവൻ അറിയാത്തൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കൽപ്പറ്റ വരെ ആ KSRTC ബസ് എത്തുന്നത്രയും സമയം ആ ബസ്സിൻ്റെ പിറകിലൊരു ബൈക്ക് യാത്ര ചെയ്തിരുന്നു.
ആ ബൈക്കിൽ 63 വയസ്സുള്ള അവൻ്റെ ഗ്രാൻഡ് ഫാദർ ഉണ്ടായിരുന്നു. അവന് ഒരു കാറെടുത്ത് ആ കാറിൽ വയനാട് വരെ വേണമെങ്കിൽ എത്തിക്കാം. അത് ശ്രദ്ധയോടെ വളർത്തലാണ്. എന്നാൽ അവനെ ഒരു ബസ്സിൽ വിട്ടിട്ട് പിറകിൽ ബൈക്കും കൊണ്ടുവരുന്നത് വളരുന്നത് ശ്രദ്ധിക്കലാണ്. അവനെ ജീവിപ്പിക്കുന്നൊരാശയമാണ് അത്. ഇതാണ് വ്യത്യാസം. ബൈബിളിൽ ദൈവത്തെ വിളിക്കുന്ന പേര് ഫാദർ എന്നാണ്. അപ്പ, അച്ഛൻ. മലയാളത്തിൽ അതിന് പരിഭാഷ കൊടുത്തത് പിതാവ് എന്നാണ്. ശരിക്കും കൊടുക്കാവുന്ന ഏറ്റവും നല്ല പരിഭാഷ അച്ഛൻ എന്നാണ്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പെട്ടെന്ന് വല്ല മുറിവുണ്ടായി കഴിഞ്ഞാൽ ഓടിച്ചെന്ന് പുരട്ടാവുന്ന ഒരു പച്ചമരുന്നുണ്ട്, ഒരു ചെടിയാണ്. അതിന് ഞങ്ങളുടെ നാട്ടിൽ വിളിക്കുന്ന പേര് അപ്പ എന്നാണ്. നമ്മുടെ മുറിവുകൾക്ക് പെട്ടെന്ന് ഓടിക്കേറാവുന്ന പച്ചമരുന്നിൻ്റെ ഒരു കാടാണ് അച്ഛനും അമ്മയും ഒക്കെ. നമ്മുടെ മക്കളുടെ മനസ്സിൽ ഏറ്റവും മികച്ച ഓർമ്മകൾ കൊടുക്കാൻ നമുക്ക് സാധ്യമാകട്ടെ. മൈക്കൽ ഫാരഡയോട് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ജീവിതാവസാന കാലത്ത് ഒരാൾ ചോദിക്കുന്നുണ്ട്. മൈക്കൽ ഫാരഡെ 1000ഓളം കണ്ടുപിടുത്തങ്ങൾ നടത്തിയ മഹാനായ സയൻറ്റിസ്റ്റാണ്. ഈ ലോകത്തിന് വലിയ സംഭാവനകൾ കൊടുത്ത മനുഷ്യൻ, അത്രയേറെ തിരക്കുള്ളൊരു മനുഷ്യൻ, അത്രയേറെ ബിസി സ്കെഡ്യൂൾസ് ഉള്ള ഒരു മനുഷ്യൻ. അദ്ദേഹത്തോട് ജീവിതാവസാന കാലത്തൊരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ജീവിതത്തിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൊമെൻ്റ് ഏതായിരുന്നു? ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൊമെൻ്റ് ഏതായിരുന്നു എന്ന് മൈക്കൽ ഫാരഡയോടാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിന് പറയാൻ എന്തൊക്കെ ഉണ്ടാവും, എത്രയേറെ മൊമെൻറ്റ്സും മെമ്മറീസും ഉള്ള മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? മൈക്കൽ ഫാരഡെ പറഞ്ഞത് എന്താണെന്നറിയോ? എൻ്റെ സാറയുടെ കൂടെയുള്ള വൈകുന്നേരങ്ങൾ എന്നാണ് പറഞ്ഞത്. എൻ്റെ സാറയുടെ കൂടെയുള്ള വൈകുന്നേരങ്ങൾ. നേടിയ നേട്ടങ്ങളൊക്കെ ഉണ്ട്, കിട്ടിയ വലിയ അനുഭവങ്ങൾ, ഓർമ്മകളൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ മുകളിൽ മനുഷ്യൻ. നമ്മുടെ കുട്ടികൾ നമ്മൾ കൊടുക്കുന്ന എല്ലാ സമ്മാനങ്ങളും മറന്നു പോവുകയും നമ്മൾ അവർക്ക് വേണ്ടി ചെലവിട്ട നല്ല നിമിഷങ്ങൾ അവരുടെ മനസ്സിൽ അങ്ങനെ പതിഞ്ഞു നിൽക്കുകയും ചെയ്യും. നമ്മുടെ ഭാരതീയ സങ്കല്പപ്രകാരം വാക്കുകൾ അന്നമാണെന്ന് പറയാം. നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് വായിലൂടെ കഴിക്കുന്നത് മാത്രമല്ല ഫുഡ്. പിന്നെയോ നമ്മൾ കേൾക്കുന്ന വാക്കുകൾ ഫുഡാണ്, നമ്മൾ കാണുന്ന കാഴ്ചകൾ ഫുഡാണ്. നമ്മുടെ മക്കളോട് നമ്മൾ പറയുന്ന ചെറിയ ചെറിയ വാക്കുകൾ പോലും അവരുടെ ഉള്ളിൽ വളരുന്ന വിത്താണ്. ഇപ്പോൾ 5 വയസ്സുള്ളൊരു കുട്ടിക്ക് ഇവിടെ ഈസിയായിട്ട് തൊടാം, ഇവിടെ ടച്ച് ചെയ്യാം. പക്ഷേ 3 വയസ്സായൊരു കുട്ടിക്ക് ഇവിടെ ടച്ച് ചെയ്യുക എന്നുള്ളത് അത്ര ഈസി ആവില്ല. 3 വയസ്സായ കുട്ടി ഇങ്ങനെ ഇവിടെ ടച്ച് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കും, നടക്കില്ല. ആ 3 വയസ്സായ കുട്ടിയോട് നമ്മൾ എന്താ പറയുക? 2 വാക്കുകൾ വേണമെങ്കിൽ പറയാം. ഒന്നെങ്കിൽ പറയാം നിന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറയാം, യു കാണ്ട് എന്ന് പറയാം. അതല്ലെങ്കിലോ ചേട്ടൻ്റെ അത്ര എത്തുമ്പോൾ നിനക്ക് കഴിയും എന്നും പറയാം. ഈ 2 വാക്കും ഈ കുട്ടിയുടെ ഉള്ളിൽ ഒരേപോലെ വിത്തായിട്ട് കിടക്കും, ആ കുട്ടിയുടെ ഫുഡായിട്ട് മാറും. ഒരു വിത്ത് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യുക? അതിങ്ങനെ പ്ലാന്റ് ചെയ്യുന്ന സമയത്ത്, കുഴിച്ചിടുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രവർത്തനം മാത്രം നടന്നാൽ പോരാ. ആ വിത്ത് വളരണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഉള്ളിലുള്ളൊരു മരം ഇവിടെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ആ വിത്തിന് ആവശ്യമായൊരു എക്കോസിസ്റ്റം വേണം, അല്ലേ? ആ വിത്ത് വളരാൻ ആവശ്യമായൊരു എക്കോസിസ്റ്റം വേണം. അങ്ങനെ ഒരു എക്കോസിസ്റ്റം ഇല്ലെങ്കിൽ ആ വിത്ത് വളരില്ല. കല്യാണം കഴിക്കണോ വേണ്ടേ എന്നാലോചിച്ചതിലേറെ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു കുഞ്ഞ് വേണോ വേണ്ടേ എന്നുള്ളതിനെക്കുറിച്ചാണ്. കാരണം ഈ വരുന്നത് നമ്മുടെ ജീനാണ്. നമ്മൾ സാധാരണ പറയും ഒഴിഞ്ഞ ഒരു പാത്രം പോലെയാണ് ഒരു കുഞ്ഞ് എന്നൊക്കെ പറയും, ഒരു ബ്ലാങ്ക് പേപ്പറാണ് എന്നൊക്കെ പറയും. അല്ല, ഒരു കുഞ്ഞും ബ്ലാങ്ക് പേപ്പർ അല്ല. എത്രയോ കണക്കിന് തലമുറകളുടെ ജീനും കൊണ്ടാണ് ഒരു കുഞ്ഞ് ഈ ലോകത്തേക്ക് ജനിക്കുന്നത്.
ബ്ലാങ്ക് പേപ്പർ അല്ല, ശൂന്യമായൊരു പേപ്പർ അല്ല, അത്രയേറെ നിറഞ്ഞു വരുന്നൊരു കുഞ്ഞ്, അത്രയേറെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ളൊരു കുട്ടിയാണ്, ഒരു ഇൻഡിവിജ്വലാണ് വരുന്നത്, ഇൻഡിവിജ്വലാണ്. ഇന്ന് നമ്മുടെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ ഒരു ഇൻഡിവിജ്വലിനോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കണം, എങ്കിലേ ആ കുട്ടിക്ക് നമ്മുടെ സംസാരം അല്ലെങ്കിൽ നമുക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ സാധാരണ ഒരു കുഞ്ഞിന് ഉമ്മ കൊടുക്കാറുള്ളത് എങ്ങനെയാണ്? ഉമ്മ കൊടുക്കുമ്പോൾ കുഞ്ഞ് ഇങ്ങോട്ട് വരുന്നില്ല, നമ്മൾ അങ്ങോട്ട് പോവുക ചെയ്യുക. നമ്മളിങ്ങനെ കുനിഞ്ഞ് ആ കുഞ്ഞിനോളം താഴ്ന്ന് ആണ് ആ കുട്ടിക്ക് ഉമ്മ കൊടുക്കുക. കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെ, ആ കുട്ടിയെ അത്രയേറെ അറിഞ്ഞ് ആ കുട്ടിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആവശ്യമായൊരു ഗ്രാമർ മനസ്സിലാക്കിയിട്ട് മാത്രമായിരിക്കും കുട്ടികളോട് സംസാരിച്ചാൽ അവരോടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുള്ളൂ. ഇന്നത്തെ കുട്ടികൾ ഇൻഡിവിജ്വലാണ്. പണ്ടത്തെ കുട്ടികൾ വെറും കുട്ടികളായിരുന്നെങ്കിൽ ഇന്നത്തെ കുട്ടികൾ ഇൻഡിവിജ്വലാണ്. അവരോരോ വ്യക്തികളാണ് എല്ലാ അർത്ഥത്തിലും. അവർക്ക് സ്വന്തമായൊരു ഐഡൻറ്റിറ്റി ഉള്ള രീതിയിലാണ് അവരുടെ പെരുമാറ്റങ്ങളുള്ളത്. ആ രീതിയിൽ കുഞ്ഞുങ്ങളെ അറിയുക എന്നുള്ളതും അവർ വളരുന്നത് ശ്രദ്ധിക്കുക എന്നുള്ളതും പാരൻ്റ് എന്ന അർത്ഥത്തിലുള്ള നമ്മുടെ ഒരു ചുമതലയാണ്. ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല 2 സ്ഥാനങ്ങളുണ്ട്. ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല 2 സ്ഥാനങ്ങൾ, ഒന്ന് മറ്റൊരാളുടെ പ്രാർത്ഥനയിൽ നമ്മൾക്കുള്ള സ്ഥാനമാണ്. നമ്മൾ ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ല. മറ്റൊന്ന് ഒരു കുഞ്ഞിൻ്റെ മനസ്സിലുള്ള നമ്മൾക്കുള്ള സ്ഥാനമാണ്. നമ്മൾ പറയുന്ന വാക്കിനെ വാല്യൂ ചെയ്യുന്നൊരു കുട്ടി ഈ ലോകത്തുണ്ടെങ്കിൽ അത് ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും പ്രഷ്യസായ സ്ഥാനമാണ്. വായിച്ച ഒരു സംഭവം പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മുറിവുകൾ എന്നൊരു പുസ്തകമുണ്ട്. മുറിവുകൾ, സൂര്യ കൃഷ്ണമൂർത്തി എഴുതിയിട്ടുള്ള മനോഹരമായൊരു പുസ്തകമാണ്. അതിലൊരു സംഭവം പറയുന്നുണ്ട്. ഒരു അച്ഛൻ പുതിയ ഒരു കാറ് വാങ്ങുന്നു. കാത്തിരുന്ന് കളക്ട് ചെയ്ത പണം കൊണ്ടാണ് കാറ് വാങ്ങുന്നത്. അങ്ങനെ ആ കാറ് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഫാമിലിയൊക്കെ കാറിലിരുത്തിയിട്ട് ബീച്ച് കാണാൻ പോകുന്നു. ബീച്ചൊക്കെ കാണുന്നതിനിടയിൽ അവരുടെ ചെറിയ മോനുണ്ട്. ആ മോന് കാറിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് കാറിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അച്ഛൻ ഓടി വന്നപ്പോൾ കാണുന്നത് ഒരു ഇരുമ്പ് കമ്പ് കൊണ്ട് മോന് കാറിൽ എന്തൊക്കെയോ കുത്തി വരഞ്ഞിട്ടുണ്ട്. അച്ഛന് സഹിക്കാൻ കഴിയുന്ന കാഴ്ചയല്ല അത്. ഇരുമ്പ് കമ്പ് കൊണ്ട് പുതിയ കാറിൽ എന്തൊക്കെയോ കോറിയിട്ടിട്ടുണ്ട്. അച്ഛൻ ചെയ്യുന്നത് എന്താണെന്നറിയോ? ആ ഇരുമ്പ് കമ്പ് വാങ്ങിയിട്ട് മോനെ അടിച്ചു. നിയന്ത്രിക്കാനാവാത്ത ദേഷ്യത്തിൽ അച്ഛൻ മോനെ അടിച്ചു. കൃത്യമായി അടി കൊണ്ടത് മോൻ്റെ വിരലിനായിരുന്നു. ആ വിരൽ ഇങ്ങനെ പെടയുന്നുണ്ട്. കുറേ സമയം കഴിഞ്ഞിട്ട് മോൻ്റെ കരച്ചിൽ അവസാനിക്കുന്നില്ല. അച്ഛൻ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു മോനെ. നേരെ സർജറി വേണമെന്നൊക്കെയാണ് ഡോക്ടർ പറയുന്നത്. അങ്ങനെ ആ സർജറിയുടെ റൂമിനകത്തേക്ക് മോനെ കൊണ്ടുപോയി. അച്ഛനാകെ സങ്കടമാവുകയാണ്. അച്ഛന് നിയന്ത്രിക്കാനാവാതെ കരച്ചിൽ വരിക. വേണ്ടില്ലായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുക. അപ്പോൾ ചെറിയൊരു ഹോളുണ്ട്. ആ ഹോളിലൂടെ ഇങ്ങനെ മോനെ നോക്കി അച്ഛനിങ്ങനെ കരയുന്നൊക്കെ ഉണ്ട്. മോനെ ഇങ്ങനെ നോക്കിയപ്പോൾ മോനില്ലേ അച്ഛനിങ്ങനെ ടാറ്റ കൊടുത്ത്. ഇത് അച്ഛന് അതിലേറെ സങ്കടമായി. അച്ഛനിങ്ങനെ പുറത്തേക്ക് ഓടി വന്ന ആ കാറിനടുത്ത് ഇരുന്നിട്ട് മോനിങ്ങനെ കോറിയിട്ട ഭാഗങ്ങളില്ലേ, മോനിങ്ങനെ ഇരുമ്പ് കമ്പ് കൊണ്ടെന്തോ വരച്ചിട്ടുണ്ടല്ലോ, അതിങ്ങനെ തടവി. മോനോടുള്ള സ്നേഹം അത്രയും ആ ഒറ്റ തലോടലിൽ ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ തടവിയപ്പോൾ അച്ഛൻ ഒന്നുകൂടെ ഇങ്ങനെ ശ്രദ്ധിച്ചു. കോറിയിട്ടതൊന്നുമല്ലല്ലോ, എന്തോ എഴുതി വെച്ചതാ. അച്ഛനിങ്ങനെ ശ്രദ്ധിച്ചു വായിച്ചു. അത്ര നല്ല കൈയക്ഷരത്തിലൊന്നും അല്ലാതെ മോനിങ്ങനെ ആ ചെറിയ കൈകൾ കൊണ്ട് എഴുതി വെച്ചത് ഐ ലവ് യു പപ്പ എന്നായിരുന്നു. എനിക്കെൻ്റെ പപ്പയെ ഒരുപാട് ഇഷ്ടമാണ് എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. അത്ര നല്ല കൈയക്ഷരത്തിലൊന്നും അല്ലെങ്കിലും നമ്മുടെ മക്കളുടെ ഉള്ളിൽ നിറയെ നമ്മളോടുള്ള സ്നേഹമാണ്. അവർ ശുദ്ധ പ്രകൃതിയിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ളതാണ്. മുതിർന്ന മനുഷ്യരാകുമ്പോൾ നമുക്ക് ചിലത് നഷ്ടപ്പെടുന്നുണ്ട്. ആ നഷ്ടപ്പെടുന്നത് എന്താണ് എന്ന് ഓർമ്മിപ്പിക്കാൻ പടച്ചോൻ പറഞ്ഞയച്ചിട്ടുള്ള മാഷുമാരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ.
ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിറഞ്ഞ ഓർമ്മകളും സന്തോഷവും സമാധാനവും അവർക്ക് നൽകാൻ നമുക്ക് സാധ്യമാകട്ടെ. ഇംഗ്ലീഷിൽ സ്മോൾ ലെറ്ററിൽ ഐ എന്ന് എഴുതാറുള്ളത് ഒരു വരയും മുകളിലൊരു ചെറിയ ഡോട്ടുമാണ്. ഒരു വര മുകളിലൊരു ചെറിയ ഡോട്ട്, ഐ. അതിലൊരു അത്ഭുതമില്ല, ഐ. പക്ഷേ ആ വരയും മുകളിലെ ഡോട്ടും ഒന്ന് പതുക്കെ തിരിച്ചിട്ടാൽ ഒരു വരയും താഴെ ഒരു ഡോട്ടുമായിട്ട് മാറും. നമ്മളതിനെ വിളിക്കുന്ന പേര് എക്സ്ക്ലമേഷൻ എന്നാണ്, അത്ഭുതം എന്നാണ് വിളിക്കുക. ഓരോ ഐയുടെ അകത്തും മറഞ്ഞു കിടക്കുന്ന ഒരു എക്സ്ക്ലമേഷൻ ഉണ്ട്. അങ്ങനെ ഒരു അത്ഭുതം ഒളിപ്പിച്ചു വെച്ച ഒരു വിത്തിനെയാണ് ഈശ്വരൻ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. സമയം അത്ഭുതകരമായ വിധം കടന്നു പോവും. നമ്മുടെ കുഞ്ഞുങ്ങൾ വലിയ മനുഷ്യരാവും. വലിയ മനുഷ്യരായി മാറുമ്പോഴും അവരുടെ ഉള്ളിൽ അച്ഛ, അമ്മ ഏറ്റവും സ്നേഹപൂർവ്വമുള്ള ഓർമ്മയായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മറഞ്ഞു കിടക്കുന്ന ഒരത്ഭുതം തിരിച്ചറിഞ്ഞ മനുഷ്യനാണ് ഇവിടെ ഇരിക്കുന്ന സ്കൂളിൻ്റെ ചെയർമാൻ കെ മൂസ സാറ്. 19ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് 4 ഓർഫൻ കുട്ടികളെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹം സംരക്ഷിച്ച് ആരംഭിച്ച ഒരു വിദ്യാഭ്യാസ സ്വപ്നമാണിത്. 4 ഓർഫൻ കുട്ടികളെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് അദ്ദേഹം ആരംഭിച്ച ഒരു പദ്ധതിയാണ്. ഈശ്വരൻ്റെ എല്ലാ ബ്ലെസ്സിങ്സും അതിൻ്റെ പിറകിലുണ്ടായിരുന്നു. ഇന്ന് കേരളത്തിലും പുറത്തുമായിട്ട് 20ഓളം സ്ഥാപനങ്ങളാണ് കേരളത്തിൽ ഒരൊറ്റ മനുഷ്യൻ്റെ നേതൃത്വത്തിൽ കിൻഡർ ഗാർട്ടൻ മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള സ്ഥാപനങ്ങളുള്ളത്. പ്രസ്ഥാനങ്ങളുടെ കീഴിൽ കുറേ ഉണ്ടാവും. ഇതൊരൊറ്റ ആൾ LKG മുതൽ മെഡിക്കൽ കോളേജ് വരെ നടത്തുന്നത് തൊടുപുഴയിലെ അൽ അസ്ഹർ സ്ഥാപനങ്ങളാണ്. ആ സ്ഥാപനങ്ങൾ ഒരൊറ്റ മനുഷ്യൻ്റെ സ്വപ്ന. ആ മനുഷ്യനാണ് ഈ ഇരിക്കുന്ന കെ മൂസ സാറ്. നേരത്തെ പറഞ്ഞതുപോലെ മറഞ്ഞു കിടക്കുന്ന, ഉള്ളിലിങ്ങനെ മറഞ്ഞു കിടക്കുന്ന അത്ഭുതത്തെ തിരിച്ചറിഞ്ഞ മനുഷ്യന് ഒന്ന് മറിച്ചിടുമ്പോൾ എക്സ്ക്ലമേഷൻ ആകുന്നത് പോലെ അത്രയേറെ മഹാത്ഭുതങ്ങൾ നിറഞ്ഞ ഓരോ വിത്താണ് ഈശ്വരൻ നമുക്കും തരുന്നത്. ഒരു വിത്ത് വളരണമെങ്കിൽ അതിനാവശ്യമായൊരു എക്കോസിസ്റ്റം വേണം. ആ എക്കോസിസ്റ്റം നമ്മുടെ ഫാമിലിയാണ്, നമ്മൾ തമ്മിലുള്ള സ്നേഹമാണ്, നമ്മൾ തമ്മിലുള്ള കമ്പാഷനാണ്, നമ്മൾ പരസ്പരം ഷെയർ ചെയ്യുന്ന ക്വാളിറ്റി ടൈമാണ്. സ്കൂളിനും ഇതിൻ്റെ നേതൃത്വത്തിനും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇവിടേക്ക് ക്ഷണിച്ചതിലുള്ള എല്ലാ നന്ദിയും പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു.